തുടർച്ചയില്ലെന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളി LDF. വീണ്ടും അധികാരത്തിലെത്തുമെന്നും അതിനുള്ള സൂചനകൾ എക്സിറ്റ് പോൾ കണക്കുകളിൽ തന്നെയുണ്ട് എന്നുമാണ് നേതാക്കളുടെ പ്രതികരണം. സർവേ ഫലത്തെപ്പറ്റി ഉത്കണ്ഠയില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. LDFന് ഭരണം ലഭിക്കില്ലെന്നാണ് പുറത്തുവന്ന എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും. സർവേകളെ തള്ളുമ്പോഴും അതിലെ കണക്കുകൾ തന്നെ ചൂണ്ടിക്കാട്ടിയാണ് LDF സർക്കാർ തുടരുമെന്ന് നേതാക്കൾ പറയുന്നത്. എക്സിറ്റ് പോൾ ഫലത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം ഇങ്ങനെ: ഞങ്ങൾക്ക് 60 മുതൽ 69 വരെയുള്ള സീറ്റാണ് പറഞ്ഞിട്ടുള്ളത്. കേവല ഭൂരിപക്ഷത്തിന് 69 എന്ന് പറയുമ്പോൾ വ്യത്യാസം 2 എണ്ണമാണ്. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് 5 or 8 വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല സാധ്യതയാണ് ഈ സർവേ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് അധികാരത്തിൽ വരാൻ ഉള്ള സാധ്യത. എക്സിറ്റ് പോളുകളെ തള്ളുന്നില്ലെങ്കിലും 90 സീറ്റുകൾ വരെ ലഭിക്കുമെന്ന അവകാശവാദമില്ലെന്ന സൂചനയാണ് LDF കൺവീനർ TP രാമകൃഷ്ണന്റേത്. എത്ര സീറ്റ് കിട്ടുമെന്ന് പ്രവചിക്കാനില്ല. ഇപ്പം എക്സിറ്റ് പോളിൻ്റെ ഭാഗമായി വന്നു ചേർന്നിട്ടുള്ള ഒരു നിലപാട് കേരളത്തിൻ്റെ യഥാർത്ഥ വിധിയുമായി ബന്ധപ്പെടുന്നതല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും LDF സർക്കാർ തുടരുമെന്നും നേതാക്കൾ പറയുന്നു. My observation is that people of Kerala would have voted in favor of LDF, making the way for LDF to form the government for third consecutive term. 2021 സർവകാല റെക്കോർഡ് വോട്ട് 82,000 കിട്ടി. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച അന്ന് പറഞ്ഞ കാര്യമാണ്. ആ 82,000-ത്തേക്കാൾ കൂടുതൽ വോട്ട് സർവകാല റെക്കോർഡ് വോട്ട് വാങ്ങി ബേപ്പൂർ മണ്ഡലത്തിൽ ജയിക്കും. എല്ലാ ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. എല്ലാ ജനവിഭാഗങ്ങളും ഇടതുപക്ഷത്തിന് അനുകൂലം. എക്സിറ്റ് പോൾ ഫലങ്ങൾ എതിരാണെങ്കിലും പാർട്ടി തലത്തിൽ ശേഖരിച്ച കണക്കുകളിലാണ് CPIMന്റെ പ്രതീക്ഷ. എക്സിറ്റ് പോൾ പ്രവചനങ്ങളെല്ലാം ഇടതുമുന്നണിക്ക് അമ്പേ പരാജയമാണ് പ്രവചിക്കുന്നത്. എന്നാൽ വലിയ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോഴും ഇടതു നേതാക്കൾ. അതിന് കാരണം CPIMന്റെ ബൂത്ത് സെക്രട്ടറിമാർ നൽകിയ കണക്കാണ്. ആ കണക്കുകൾ ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തി സംസ്ഥാന സെക്രട്ടേറിയറ്റിന് നൽകിയപ്പോൾ 77 സീറ്റ് ഇടതുമുന്നണിക്ക് ഏറ്റവും കുറഞ്ഞത് ലഭിക്കുമെന്നാണ് CPM കണക്ക് കൂട്ടുന്നത്. ആ കണക്കിലാണ് ഇടത് ക്യാമ്പിൻ്റെ ഇപ്പോഴത്തെ ആത്മവിശ്വാസം. കോഴിക്കോട് നിന്നും ദീപക് ധർമ്മടം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.